എൻ്റെ ഒരു സുഹൃത്ത് ഇസ്മായിൽ ഈ ശരീരം വിട്ടതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ടാണ് പരലോകത്തേക്ക് പോയത്. ഞാൻ തമാശ പറഞ്ഞല്ല, ഇപ്പം നിങ്ങൾ എന്നെ ട്രോളെന്ന് എനിക്കറിയാം. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഇസ്മായിൽ തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുമ്പോൾ ഞാൻ ലീവിന് വന്ന് അവനെ കണ്ടിരുന്നു. ഉച്ചയ്ക്കാണ് ഞാൻ കണ്ടത്. രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടു. എന്നിട്ട് എന്നോടും വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അളിയ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നീ പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടു. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനിയൻ വന്നിട്ട് വാതിലിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു ഇസ്മായിൽ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ മരിച്ചത് എനിക്കൊരു ഷോക്കായില്ല. കാരണം അവൻ പോകുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ടാണ് പോയത്. ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടാണ്, എന്തോ ആയിക്കോട്ടെ. എനിക്കത് വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരു സാധാരണ മനുഷ്യന് അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിയൽ ഫീലിംഗ് അല്ലെങ്കിൽ ആ റിയൽ ടച്ച് എനിക്ക് ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് ഈ ലോകത്തിൽ നമ്മൾ അറിയാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതം തുടങ്ങുന്നതിനും അല്ലെങ്കിൽ ഇതിന് ശേഷവും നമ്മൾ ലൈഫിൽ ആരൊക്കെയായിട്ട് കണക്റ്റഡ് ആണോ അതിനൊക്കെ എന്തൊക്കെയോ റീസൺസ് ഉണ്ട്. നമുക്ക് ഒരു പക്ഷേ ഇതിന് മുന്നും പിന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, പല ബന്ധങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് ടൈം അല്ല, ചിലപ്പോൾ അതിനപ്പുറത്തേക്കും ആഴത്തിലുള്ളതായിരിക്കും. പ്രിസർവ് ഇറ്റ്, യു നെവർ നോ ഇത് എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. ബട്ട് എന്തൊക്കെയോ അതിനപ്പുറത്തും ഉണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ തീരുന്നില്ല.